ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അരി ഉഴുന്നൊന്നും വെള്ളത്തിലിട്ട് അരക്കി ഒന്നും ചെയ്യാതെ നമുക്ക് വളരെ പെട്ടെന്ന് അരിപ്പൊടി യൂസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉഴുന്നൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ സോഡപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അപ്പത്തിന് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം ചോറ്, അതുപോലെ 3/4 കപ്പിലേറെ കുറച്ചും കൂടി തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരിളം ചൂടുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി ഇതൊക്കെ മിക്സാക്കി എടുത്തിട്ടുള്ളത്. കൂടുതൽ ചൂടുള്ളത് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ പൊടിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് പോവും. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ അരച്ചെടുക്കണം. അരിപ്പൊടിയും ചോറും തേങ്ങയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അരിഞ്ഞു വരും. ഈ സമയത്ത് നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററൊക്കെ നല്ലപോലെ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഒട്ടും തരികളില്ലാതെ നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ദോശ ഇവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈസ്റ്റോ സോഡപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തില്ല. ഒരിളം ചൂടുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തുള്ളത്. അതിൻ്റെ ചൂട് കൂടാനും പറ്റില്ല, അതുപോലെ തന്നെ കുറയാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്കിത് വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ രാവിലെയൊക്കെയാണ് ദോശ റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി മാവ് റെഡിയാക്കി വെക്കണം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പൊങ്ങിയൊന്നും വരില്ല. ഇപ്പോൾ ഇതാ രാവിലെ ആയപ്പോഴേക്കും മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒത്തിരി പൊങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതുപോലെ നല്ല നല്ല ഹോൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ദോശ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നിറയെ ഹോൾസുള്ള ദോശയായിരിക്കും. ഇനി നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. പാനൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ദോശ നമ്മൾ കുഞ്ഞു കുഞ്ഞു ദോശയായിട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒത്തിരി പരത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതുപോലെ ഞാനൊരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ദോശയിൽ ഇതുപോലെ നല്ലപോലെ ഹോൾസ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അടച്ചു വെക്കാം. കുറച്ചൊക്കെ ഹോൾസ് വന്നതിന് ശേഷം വേണം അടച്ചു വെക്കാൻ. ദോശയുടെ മാവ് പൊങ്ങിയൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ, അതുപോലെ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ദോശ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി ചൂടുള്ളതും അതുപോലെ ചൂട് കുറഞ്ഞതുമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്ടിനിയോ ചമ്മന്തിയോ ചിക്കൻ കറിയോ എന്ത് കൂട്ടി കഴിക്കാനും അടിപൊളി കോമ്പിനേഷനാണ്. തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് വെറുതെ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. നമ്മൾ ഇതുപോലെ മാവ് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ രാവിലെ തന്നെ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൺചട്ടിയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഹോൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് നോൺ സ്റ്റിക്ക് പാനിലും ഇരുമ്പ് ചട്ടിയിലൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ കൂട്ടി വെക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ദോശയുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.